ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീനു. അത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഇൻട്രോ ഒരു 10 മണി 10:20 ആകുമ്പോഴാണ് എടുക്കണത്. രാവിലത്തെ ഇൻട്രോ കട്ടാക്കി, വേറെ ഒന്നുമല്ല. ഞാൻ ഇന്ന് വർക്കിന് പോയപ്പോൾ കുറച്ച് നേരം വർക്ക് ചെയ്തു. പിന്നെ പെട്ടെന്ന് കറണ്ട് പോയതിനാൽ വർക്കില്ല പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ റീനു സൂട്ടൊക്കെ പൂരം വർക്കാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് കാച്ചാതെ കരുതി. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണണം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ആമിക്കുട്ടിക്ക് വേണ്ടി നിൽക്കുന്ന പഴം നെയ്യിൽ വാട്ടുകയാണ്. ഇന്ന് പെട്ടെന്ന് ഉണ്ടായിരുന്നു ലീവ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗത്തില്ല, കാരണം ഞാൻ വർക്കിന് പോയി. അപ്പോൾ കറണ്ട് കട്ടാണ് പറഞ്ഞപ്പം കണ്ടന്നെ പോന്നു. ഞാൻ ബല് ഒരു 10-11 ആകുമ്പോഴേ നീക്കുള്ളൂ. ഞാൻ 10 ആയപ്പിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ബല് പൂരിറക്കാം. ഞാൻ വാതില് ഉള്ളിൽ കയറി തുറന്നപ്പോ ഫുൾ ഞങ്ങളടുത്ത് ഡബിൾ ചാവി ഉണ്ട്. ഒരു ചാവി ഞാൻ കൊണ്ടുപോകാനാണ്, ഒരു ചാവി റിനൂസിന്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെ തുറക്കലാണ്. ബല് പൂരറക്കും. ഞാൻ അപ്പോഴൊന്നും വിളിച്ചില്ല. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് പോയി ഈ വന്നോ ചോദിച്ചിനോട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. കുട്ടിയുടെ വാപ്പയാണ് കഴിക്കുക. കരിയാൻ പാടില്ല. കഴിച്ചാണേ ഇപ്പൊ നമ്മുടെ റിനൂസ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അങ്ങനെ ഇട്ടാ യെസ്, അതിനായിട്ട് ഇപ്പൊ ഡ്രസ് മാറ്റുന്നില്ല. പ്യുവർ ബ്യൂട്ടി. അപ്പൊ ഗായ്സ് കറണ്ട് പോയിട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ പഴം വാട്ടിയായിട്ട് നമ്മൾ ആമിക്കുട്ടീൻ്റെ പഴം നെയ്യിൽ വാട്ടി നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് റീൽസിന് ചെറുതായിട്ടൊന്ന് കൊതി വന്നു. അപ്പം എന്താടി ഞങ്ങൾക്ക് ഇത് അടുത്ത അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്കൈൽ എന്താ റീൽസേ? അതല്ലേ ഞാൻ ആദ്യനോട് പറഞ്ഞേ, ആദ്യം ഇതിൽ കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ എന്താ പറയുക പഴം നുറുക്കി ഇടുകയാണ്. എനിക്ക് വേണ്ട. അപ്പം എന്താ വെച്ചത് കുട്ടീൻ്റെ കല്യാണം എനിക്ക് വേണ്ടീന്ന് പറഞ്ഞേ. അപ്പൊ കുട്ടീൻ്റെ ആദ്യം കഴിക്കാത്തോടെ മതി. കുട്ടീൻ്റെ ഒക്കെ ആദ്യം കഴിക്കല് വേസ്റ്റ് അല്ല, അതിന് വേസ്റ്റ് ഒന്നല്ല പറയാം. ഇതിനൊത്തും അറിയില്ല. വേസ്റ്റ് അല്ല, നമ്മളെ കുട്ടീൻ്റെ ഈ പഴം വാട്ടുമ്പോൾ ഓൽക്ക് ആ ബ്ലാക്ക് കുടുങ്ങാൻ പാടില്ല. ബ്ലാക്ക് സെന്ററിൽ എത്തി ബാക്കിയാവും. അപ്പൊ ഞാനെ കഴിക്കും. പിന്നെ അമൃതപ്പൊടി വാട്ടി റെഡി ഇല്ലെങ്കിൽ അമൃതപ്പൊടി വാട്ടി റെഡി ആവാത്തല്ല. അമൃതപ്പൊടി ഉണ്ടല്ലോ കുറച്ച് ആദ്യം കഴിക്കൂട്ടോ. എന്നിട്ട് കുട്ടിക്ക് കൊടുത്ത് വേഗം കഴിഞ്ഞു പറയും. അതാണ് ആദ്യൻ്റെത്. മിൽമയുടെ നെയ്യാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ കുട്ടികൾക്കൊക്കെ. ഇത് നോമ്പിന് കിട്ടിയ നെയ്യാ. ഈ വീഡിയോ പിന്നെ അധികം ലോങ് ഉണ്ടല്ലോ, ഒക്കെ കുറച്ച് ചെറിയ ഡേ മൈ ലൈഫാണ്. അങ്ങനെ എനിക്ക് തോന്നണില്ല. ഇത് എനിക്ക് കേട്ടോ തള്ളക്കാണ്. ഇതായിട്ട് പോയി പോയി തള്ളക്കാണ്. തൊണ്ടക്ക് ആകണം അത് മതി. ഇല്ല അപ്പൊ നെയ്യല്ല പറഞ്ഞിട്ടുണ്ടാ. ഇതാ മറ്റേ കുട്ടിയുടെ ബ്ലാക്ക് കളറ് കറുപ്പ് നല്ല കറുപ്പ് വാടിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് നമ്മളെ കൊച്ചു നമ്മളെ കോഴിക്കളെ കാണിച്ചു തരാം. അല്ലേ ഭയങ്കര പണിയിലാണ്. ഞങ്ങൾ പിന്നെ അധികം ഇറ്റിങ്ങളെ ഇറക്കലില്ല, കാരണം കാക്കിയും പൂച്ചയൊക്കെ തക്കം നോക്കിക്കാ കൊണ്ടുപോകാൻ. അല്ലേ ഭയങ്കര പേടിയായിട്ടല്ലേ. കർമൂസൊക്കെ പൈത്ത് ചാടിയിട്ടുണ്ട്. കാണിച്ചതാ. ഇതിൻ്റെ മേലെയാണ് കർമൂസ. അല്ലേ പൈത്ത് ചാടി ഒന്ന് പൈത്ത് കിളി എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഗായ്സ് നമ്മളിതാക്കണേ എന്താ പറയാ കേബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം അരിയാൻ അറിഞ്ഞൂടാ കേട്ടോ. ഇങ്ങനെ തന്നെ തോന്നുന്നു അരിയണത്. ഞാനാണ് അരിഞ്ഞത്. ഇതുണ്ടാക്കണം. ഞാൻ ഇങ്ങനെയാണ് അരിയാറ്.
അപ്പോൾ ഗായ്സ് ഇതാണ് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ എന്താണ് കറി എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാക്കണ്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അവിടെ മോള് എണീറ്റണമെന്ന് ഹോയ് എന്നൊക്കെ പറയുന്നുണ്ട്. അതാ വരുന്നേ എന്താട്ടോ, അങ്ങനെ ഒഴിച്ചെടുക്കാം. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ചൂടായി വരണേ. അതി കടുക് പോയിട്ടോ. ഇതാ നല്ല ഓവർ കടുക് ഇടണ്ട, നമ്മൾ കുറച്ച് അല്പം മാറി തിന്നാൽ ഇടാം. കാരണം എവിടേക്കാ പൊട്ടി തെറിക്കട അറിയാൻ പറ്റില്ല. കണ്ടില്ലേ, ഭയങ്കര പേടിയുള്ള കാര്യമാട്ടോ ഈ കടുക് പൊട്ടുന്ന. ഇതാക്കണം, കുറച്ചിട്ടെടുത്തിട്ടോളൂ, കാരണം ഓവർ ഇട്ട് കൊടുത്താൽ അത്ര നല്ലതല്ല. പിന്നെ കുറച്ച് നമ്മൾ കറിവേപ്പില, കുറച്ച് കറിവേപ്പില. പക്ഷേ കരിഞ്ഞു തോന്നണേ, ഞാനല്ലേ ഇടുന്നേ, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് അതിലൊക്കെ പേടിയാണ്. പിന്നെ കുറച്ച് മുളക്, കുറച്ച് അല്പം മാറി നിന്നിട്ടാണ് ഇടുന്നത്. അതാണ് ഇങ്ങനെ കേട്ടോ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ട് ഈ കടുകും കരിവേപ്പിലും ഇടുന്ന അതിൻ്റെ അത്ര വേറെ പേടി ഏതുമില്ല. അപ്പോൾ തെറിച്ചിന് മേത്തേക്ക് തെറിച്ചാൽ പോയില്ലേ കാര്യം. കരിവേപ്പിലൊക്കെ കരിഞ്ഞു കേട്ടോ കായ്. അപ്പോൾ ഇത് നോക്കണം, അവിടെ ആദ്യമല്ല കഴിക്കാനുള്ള. ആദ്യത്തെ പത്രമൊക്കെ മതി. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചെടുക്കാം. തൈര് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ തിളക്കാൻ പാടില്ല, കാരണം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുക്കട്ടെ. അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പാടിനുണ്ട് കേട്ടോ ബേബി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ തിളക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. തിളച്ച് കഴിഞ്ഞാൽ കേട് വരും. ഈ കറുത്ത എന്താ വെച്ചാൽ കറിവേപ്പിലാണ്. അത് റീനു ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വൃത്തിക്ക്. അപ്പോൾ ഗൈസ് ഇങ്ങനെ കുറച്ച് തിളക്കാൻ പാടില്ല. അപ്പം ഉപ്പിടാൻ നമ്മൾ മറന്നു, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് എടുത്തു നോട്ട് ഉപ്പ്. അതാണല്ലോ അതിൻ്റെത്. അപ്പോൾ ഇത് മോര് എന്ന് പറയും, പക്ഷെ തിളക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ കേട് വരും, അധികം നേരം നിൽക്കുക. തൈരല്ലേ, അടിപൊളി. നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. ഇത് ഇങ്ങനെ തന്നെ തോന്നുന്നു ഉണ്ടാക്കല്. കുറച്ച് കടുക് തോനെ ഇട്ട് കൊടുത്തോണ്ടിട്ട്, ഞങ്ങൾക്ക് കടുക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനത്തെ പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. ടൈപ്പ് ചെയ്തിടണേ. ഞങ്ങളുടെ വീട്ടിൽ കേബേജ് ഉപ്പേരി മോര് കറി അതായിരുന്നു. വൈകുന്നേരം വരെ ഈ കറി ഉണ്ടാവില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേന് വേറെ ഉണ്ടാക്കണം അല്ലേ. എന്താ വെച്ചാൽ റിനു ഷാളൊന്നും ഇട്ടിട്ടില്ല. നമ്മളെ കിടക്കാം നാസാവും കേട്ടോ. അതാണ് എന്താണ് അപ്പിയല്ല വാവേ, ഇത് പഴവാ. കഴിക്കാൻ ഭയങ്കര മടിയാണ് ഗായ്സ്. കഴിക്കണ്ടോ? വേണ്ട. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചാൽ അതിനോട് ഞാൻ ആ വെയിലത്തേക്ക് പുതപ്പിടാൻ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ ഞാൻ ചെയ്തതാണ്. ഫുഡ് കഴിച്ചൊന്നും എടുത്തില്ല, സ്കിപ്പ് ചെയ്തു. പിന്നെ മോര് കാച്ചിട്ടൊക്കെ നല്ല അടിപൊളി. കണ്ടില്ല, മഴ പെയ്ത് ആകെ ചളി വെളിയാണ്. മുന്നേ തന്നെ അവിടെ ഉണങ്ങി അവരെ ഭാഗം ഇവിടെയാണ്. ഇവിടെ ദാർപ്പായി കെട്ടിയിട്ടേ അതിന് അങ്ങോട്ട് പിടിച്ച് കെട്ടണം. ഇതാക്കണേ വണ്ടി ഇതൊക്കെയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് തോരിടായിരുന്നു. റൂം കാണിച്ചതല്ലോ, അപ്പോൾ തോരിട്ടു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ റിന്യൂസിൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ നടം വാങ്ങണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കാടൊന്ന് പുല്ലൊന്ന് പറിക്കണം. അവിടെ നമ്മൾ ഇറങ്ങണ ഭാഗത്തുണ്ട് എന്താ വെച്ചാൽ മുൻഭാഗം കുറച്ച് കാട് മുറിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ കരുതിക്കാണ്. കാണിച്ചു തരാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് പറയാം. ആദ്യം ഇന്ന് നിങ്ങളെ ആദ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താടിയൊന്നും പഠിക്കാൻ. താടി ഇല്ല, അയ്യേ താടി ഇല്ലാത്ത പഠിച്ചേ, താടിയൊന്നും ഇല്ല. എന്നാലും ഇവിടെ ഞാൻ പഠിച്ചിരുന്നു. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര സ്റ്റെഡ് കിട്ടിയെന്ന്. ഒന്ന് കാണിച്ചോളാം. ഇങ്ങനെ ഞാൻ ഇത്ര സ്റ്റെഡ് അതിങ്ങനെ എന്താ മഴക്കാലമായ പഴുക്കും. അപ്പോൾ ഞാനത് ഊരിയിട്ട് കാലിൽ ഈർക്കിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലിപ്റ്റിക് ഷെയ്ഡ് എന്താ വെച്ചാൽ മാറ്റി ലിപ്റ്റിക്കാണ്. ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. അതായത് എന്താണ് പറയുക, ഫുഡ് പോകും എന്നൊക്കെ പറയാം. എന്നിട്ട് അയച്ചെന്ന് ഇട്ട് കൊടുക്കണം. അതാണ് അത്രയൊക്കെ ഉള്ളൂ. ചെടിയൊക്കെ നടന്നു കാണിച്ചത് ഞാൻ ചെടി നമ്മൾ കാണിച്ചുതരാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതാക്കണം കുറച്ച് മയത്തേക്ക് ചെടി എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിക്കാണ്ട്. കാരണം അമ്മ വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയലുണ്ട്, അതൊക്കെ എനിക്ക് നേരാവണ്ണം നോക്കിക്കൂടെ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ആ കാണുന്നത് കേട്ടോ. കിണറ്റിൻ്റെ അവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് മഴവെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞൊന്ന് ഉണ്ടായിക്കോട്ടെ എഴുതിയാണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ തിരുമ്പിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളെ ചെടി കേട്ടോ. അതായത് ഇതൊക്കെയാണ് നമ്മളെ ചെടി. എനിക്കങ്ങനെ ചെടീനോട് വലിയ ഇവിടെ കോട്ടേഴ്സിൽ ഉണ്ടാക്കണം വലിയ താല്പര്യമൊന്നുമില്ല. കാരണം പിന്നെ ഉമ്മ പറഞ്ഞു കുറച്ചൊക്കെ ചെടി വേണം വീട്ടിലാവുമ്പോൾ, കുട്ടിക്കൊക്കെ വലുതാവുമ്പോൾ ഒരു പറിച്ചിടാനൊക്കെ ചെടിയാണല്ലോ. അപ്പോൾ വീടായിട്ട് തോന്നണമല്ലോ. അതുകൊണ്ടൊക്കെ കുറച്ച് ചെടിയൊക്കെ നട്ട്. പിന്നെ ആദ്യം ഇതാക്കണ പുല്ല് പറിക്കണേ. കാരണം നമ്മൾ ബൈക്ക് നിർത്തുന്നിടത്ത് ഭയങ്കര ചളിയാട്ടോ. കാരണം അവിടെ ഒരു കുണ്ടാണ്, നല്ലൊരു താഴ്ന്ന ാണ് ആ ഒരു ഭാഗം, നമ്മളൊരു സെൻറ്റർ. പിന്നെ അപ്പോൾ ആക്കണം ആദ്യം പുല്ല് പറിച്ച് അതിൻ്റെ മണ്ണിനെ അവിടെ കൊട്ടുക കേട്ടോ. നമ്മളെ ഭാഗം മാത്രമേ പറിക്കണുള്ളൂ, എല്ലാവരുടെ ഭാഗം പറിക്കുകയാണ്. പിന്നെ ആ കിണറ്റിൻ്റെ ചുറ്റോട് നല്ല വെള്ളം പുല്ലുണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഒരാൾ വരലാണ് വെട്ടാൻ. പിന്നെ അപ്പുറത്തത് വീട്ടുകാളെ ചെടിയാണ്, അവരിങ്ങനെ ഒരുക്കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ 2-3 ചെടിയൊക്കെ വെച്ച് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളെ ചെടി വീട്ടിലാണ് ഒരുപാട് ചെടി ഉള്ളത്. അവിടുന്ന് കുറച്ച് ഇങ്ങനെ പോണീന് ഓരോന്ന് തൈ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം ആദ്യം ചെടിയൊക്കെ പറിച്ച്, ചെടിയല്ല പുല്ലൊക്കെ പറിച്ച് അവിടെ കൊണ്ടിടണേ. ഗായ്സ് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. കണ്ടില്ല, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ആദ്യം എന്താ പണി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവർ വെള്ളമാകുമ്പോൾ എടുത്ത് വെയിലത്ത് വെക്കും. പിന്നെ അതിന്മേൽ കുടുക്കിയിടുമ്പോൾ അത് പൊട്ടും. കണ്ടോ, ചെടിയൊന്നുമില്ല, ഒക്കെ നശിച്ചു പോയി. ഞങ്ങളിപ്പോൾ ഒരാഴ്ച അവിടെ പോയി നിന്നുകൊണ്ട്. അപ്പോൾ അത് ഞാൻ കുടുക്കി പൊട്ടി. അപ്പോൾ ഇങ്ങനെ ഇതാക്കി തരാം, കണ്ടില്ലേ, ഇങ്ങനെ കുടുക്കി തരാം ഇതിമേ. എന്നാൽ പിന്നെ ഒരിക്കലും പോരൂല. പക്ഷെ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളൂ. നമ്മൾ വീടൊക്കെ മാറി പോകുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ട്. എനിക്കതിന് ചെടി കുറേ വേണമെന്നൊന്നുമില്ല. കുറച്ച് സ്ഥലത്ത് നമ്മൾ കുറച്ച് പ്ലാന്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ മുമ്പൊക്കെ കറങ്ങുമ്പോഴേ കുറച്ച് പ്ലാന്റ് ഉണ്ടായിക്കോട്ടെ എഴുതി അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ എല്ലാവരും ചോദിച്ചു ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോസ് ഞങ്ങൾ കള്ള് കുടിക്കാറുണ്ടോ? അല്ലേ, അതേ കുടിക്കലുണ്ടല്ലേ കള്ള്. ഡെയിലി ഒരു കുപ്പി പിടിച്ചാൽ അതാണ് അത്ര തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കള്ളൊന്നും കുടിക്കലില്ല ഗായ്സ്. ഞങ്ങളിങ്ങനെ ഉമ്മ പുല്ലിന് പോകുമ്പോഴൊക്കെ കള്ളം കുപ്പി കിട്ടും. അപ്പോൾ അത് കൊണ്ടുവന്ന് എനിക്ക് തരും. നമുക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കാണുമോ പിങ്കി, കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ പിങ്കിനെ കണ്ടോ, പട്ടിയാട്ടെ പിങ്കിയാണ്. പിങ്കി കണ്ടോ നോക്കുന്ന. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ ഒടുവിൽ എല്ലാ പണികളും കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് ഉമ്മയും ബാഗ് കയറി വന്നിട്ടോ. പെട്ടെന്ന് കയറി വന്നാണ്. നമ്മൾ ആകെ അമ്പരന്ന് പോയി, സർപ്രൈസ് ആയി എന്നൊക്കെ പറയില്ലേ. ഒരാടെ അടുത്ത് തച്ചുണ്ണി മില്ലിക്ക് വേണ്ടി പൊടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പൊടിക്ക് വന്നാട്ടോ. പോല് വന്നപ്പോൾ തന്നെ ആമിമോളായിട്ട് ഭയങ്കര കളിയാണ്. ആമിമോൾക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഉമ്മമ്മി വന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയും കളിയാണ്. അപ്പം മുഖത്ത് കാണാനുണ്ട് അല്ലേ, ഭയങ്കര ചെറിയും കളി തമാശയൊക്കെയാണ്. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകാണ്ട് നമ്മുടെ കളത്തിങ്ങ സ്റ്റോർ അങ്ങോട്ട് പോകാണ്ട്. നമ്മുടെ കാരക്കൊന്ന് അടുത്ത് തന്നെയാണ്. അപ്പോൾ കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളും അതേമാതിരി ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ നേരെ ഇനി പീടിയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതാക്കട്ടെ, ആദ്യം ഇതാക്കാണ് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയി. ആദ്യമൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ബേബി കരയുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചിലതൊക്കെ മറന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് ബേക്കറി കട കേട്ടോ. അവിടുന്ന് ബേക്കറി കടയിൽ നിന്ന് കുറച്ച് പഴംപൊരിയൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി. വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യേണ്ട അഭിപ്രായങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് ബൈ ടാറ്റാ.